ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 9. സംഘപരിവാർ മനസ്സുമായി ന്യായ് പത്ര. ഇന്ത്യയെ ജനാധിപത്യ രാജ്യമായി നിലനിർത്താനുള്ള പോരാട്ടമായാണ് നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പൊതുവെ കാണുന്നത്. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കവും സംഘപരിവാർ നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഒടുവിലത്തെ നീക്കമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത്. രാജ്യത്താകെ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഭൂരിപക്ഷം പ്രതിപക്ഷ പാർട്ടികളും സമുദായ സംഘടനകളും നിയമത്തെ എതിർത്ത് രംഗത്തുവന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നിയമത്തെ എതിർക്കാൻ മുന്നിൽ നിൽക്കേണ്ട നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് ഇതുവരെ CAA-യെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ രാത്രി ആലോചിച്ചിട്ട് പറയാമെന്ന പരിഹാസ മറുപടിയാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ നൽകിയത്. രാത്രി പലത് കഴിഞ്ഞിട്ടും മറുപടി ലഭിച്ചിട്ടുമില്ല. പ്രകടന പത്രിക അവതരിപ്പിക്കുമ്പോൾ അതിൽ പറയുമെന്നാണ് കരുതിയത്. എന്നാൽ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിലെല്ലാം മൗനം പാലിക്കുന്ന പ്രകടന പത്രികയാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത്. ന്യായ് പത്ര എന്ന് പേരിട്ട പത്രികയിൽ BJPയുടെ മുഴുവൻ അന്യായങ്ങളെയും മൗനത്തിലൂടെ ന്യായീകരിക്കുകയാണ്. സംഘപരിവാറിൻ്റെ മനസ്സിനൊപ്പമാണ് കോൺഗ്രസ് എന്ന് പ്രകടന പത്രികയിലൂടെ വ്യക്തമായി. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള RSS പദ്ധതിയുടെ ഭാഗമാണ് CAA എന്നത് പകൽ പോലെ വ്യക്തം. എന്നാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ തുടരുന്ന മൗനം സംഘപരിവാർ മനസ്സിനൊപ്പം ചേർന്നു നിൽക്കുന്ന ഒരുപാട് നേതാക്കൾ കോൺഗ്രസിൽ ഉള്ളതുകൊണ്ടാണ്. അവർ പിന്തുടരുന്ന മൃദു ഹിന്ദുത്വത്തിൻ്റെ ഭാഗവുമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ മറ്റൊരു പതിപ്പാകാനുള്ള മത്സരത്തിലാണ് കോൺഗ്രസ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങി അവർക്ക് അല്പമെങ്കിലും സ്വാധീനം അവശേഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP ഉയർത്തുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കാൻ കോൺഗ്രസ് കാണിക്കുന്ന ഉത്സാഹം അവരുടെ സംഘപരിവാർ മനസ്സാണ് കാണിക്കുന്നത്. ഇന്ത്യ കൂട്ടായ്മ മധ്യപ്രദേശിൽ നടത്താൻ തീരുമാനിച്ച റാലി പോലും BJPയെ ഭയന്ന് നടത്താതിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പ്രകടന പത്രികയിൽ CAA-യെക്കുറിച്ച് മാത്രമല്ല മൗനം. ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവിയെക്കുറിച്ചും മിണ്ടാട്ടമില്ല. പ്രത്യേക പദവി BJP എടുത്തുകളഞ്ഞപ്പോൾ പാർലമെൻറ്റിൽ പോലും വേണ്ട രീതിയിൽ പ്രതികരിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. NIA UAPA ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരുമാണ്. NIA ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത 6 പേരിൽ കേരളത്തിൽ നിന്ന് പോയ MP-മാരിൽ AM ആരിഫ് മാത്രമാണുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തോടും പത്രിക മൗനം പാലിക്കുകയാണ്. ഈ നിയമം ഉപയോഗിച്ചാണ് തങ്ങളെ എതിർക്കുന്ന പൊതുപ്രവർത്തകരുൾപ്പെടെയുള്ളവരെ ED വേട്ടയാടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഗുണ്ടാപ്പടയായി EDയെ മാറ്റിയതും ഈ നിയമത്തിൻ്റെ പിൻബലത്തിലാണ്. രാജ്യത്താദ്യമായി ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ BJPക്ക് സാധിച്ചതും ഈ നിയമത്തിൻ്റെ ബലത്തിലാണ്. സർക്കാരിനോട് വിയോജിപ്പുള്ളവരെ നിശബ്ദരാക്കാൻ PMLA ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഇലക്ടറൽ ബോണ്ടിൽ BJP ഫണ്ടുണ്ടാക്കാൻ EDയെ ഉപയോഗിച്ച കഥകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി ഏകാധിപത്യ ഭരണം നടത്താൻ ഉപയോഗിക്കുന്ന നിയമത്തെക്കുറിച്ചും കോൺഗ്രസ്സിന് ഒന്നും പറയാനില്ലെന്നത് അവരുടെ മനസ്സിലിരിപ്പ് എന്തെന്ന് വ്യക്തമാക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും പ്രകടന പത്രികയിൽ പറയേണ്ടതില്ലെന്നാണ് മലയാളിയായ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിലല്ലെങ്കിൽ എപ്പോൾ പറയും? BJPയെ ഭയന്ന് സ്വന്തം പതാക പോലും ഉപേക്ഷിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഏതു സമയവും BJPയായി മാറാൻ നിൽക്കുന്ന നേതാക്കളുള്ള പാർട്ടി. UDFിലെ പ്രബല ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പതാക ഒഴിവാക്കാനാണ് സ്വന്തം പതാകയും ഒഴിവാക്കിയത്. ലീഗിൻ്റെ പതാക കണ്ടാൽ അത് BJP പ്രചാരണ ആയുധമാക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതിനെപ്പോലും എതിർക്കാൻ ത്രാണിയില്ലാത്തവരായി കോൺഗ്രസ് നേതൃത്വം മാറി. BJPയെ ഭയന്ന് UP വിട്ട് വയനാട്ടിലെത്തി ഇടതുപക്ഷത്തെ എതിർക്കുന്ന രാഹുൽ നയിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഇതിലധികം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. CAA, ജമ്മുകാശ്മീർ, PMLA നിയമങ്ങളിൽ കോൺഗ്രസ് തുടരുന്ന മൗനത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് സ്വന്തം പതാക ഉപേക്ഷിച്ച ലീഗിന് എന്തു പറയാനുണ്ടെന്നത് അറിയാനും ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട്.